ലൈവിൽ അർജുനും ശ്രീതുവും ഇരുന്ന് സംസാരിക്കുകയാണ്. അർജുൻ ശ്രീതുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് നീ എൻ്റെ കൂടെ വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ വിട്ട് പോവരുത്, ഞാനുമായി വഴക്കുണ്ടാക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കിനി ഒറ്റയ്ക്ക് വയ്യ, ഇനി ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ കൂടെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ പല പല പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടായേക്കാം. എനിക്ക് ചിലപ്പോൾ നിന്നെ എതിർക്കേണ്ടി വന്നേക്കാം, നോമിനേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, ചിലപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ചീത്ത വിളിച്ചേക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാം. പക്ഷേ എന്നെ മനസ്സിലാക്കാനായിട്ട് നീ ശ്രമിക്കണം, കൂടെ നിന്നേക്കണം എന്നവിടെ ശ്രീതുവിൻ്റെ അടുത്ത് അർജുൻ പറയുന്നുണ്ട്. ഇനി എനിക്കിവിടെ ഒറ്റയ്ക്ക് പറ്റില്ല, ഇപ്പം ഞാൻ തികച്ചും ഒറ്റയ്ക്കാണ്, ആർക്കും എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം ഋഷിയുമായിട്ട് ഞാൻ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ ഞങ്ങൾ അകലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അകന്നതല്ല. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, അതെനിക്കറിയാം, നിങ്ങളെ അകറ്റാനായി ഒരുപാട് പേർ ശ്രമിച്ചതാണ്, അകറ്റിയതാണ് എന്ന് എനിക്കറിയാമെന്ന് ശ്രീതു പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഇത്രയും ക്ലോസ് ആണെന്ന് ഇവിടെ കുറേ പേർക്ക് അറിയാം, എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ജാൻമണിയൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ അകറ്റാനായിട്ടായിരിക്കും ഇനി ഇവിടെയുള്ളവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് വന്ന് നേരിട്ട് ചോദിക്കുക, നേരിട്ട് സോൾവ് ചെയ്യുക, ഈഗോ വെച്ച് നടക്കാതെ ചോദിക്കാതെയും വാശി കാണിച്ച് നടക്കുന്നത് ശരിയല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോവാം, എന്നെ തനിച്ചാക്കരുത് എന്ന് അവിടെ അർജുൻ ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശ്രീതുവും അത് ശരിവെക്കുന്നുണ്ട്. ഇല്ല, ഞാൻ എല്ലാം തുറന്ന് സംസാരിക്കും, എത്ര വഴക്കിട്ടാലും ഞാൻ വന്ന് സംസാരിക്കും, നമുക്കത് സോൾവ് ചെയ്യാൻ കുഴപ്പമില്ല, ഞാൻ കൂടെ ഉണ്ടാകും എന്നൊരു വാക്ക് ശ്രീതുവും അർജുന് കൊടുത്തിട്ടുണ്ട്. ലൈവിൽ രണ്ടുപേരിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചിരുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ശ്രീധുവിനും അർജുൻ്റെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും ഉള്ളു തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതിനി മറ്റു രീതിയിലേക്ക് പോകുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും അവർ വൈൽഡ് കാർഡിനെ പ്രതീക്ഷിച്ചാണ് രണ്ടുപേരും ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. വൈൽഡ് കാർഡ് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് നോക്കാം എന്നൊരു കാര്യം കൂടി അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്.